ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വെണ്ടയ്ക്ക കിച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെണ്ടയ്ക്ക കിച്ചടി തയ്യാറാക്കാൻ ഞാനിവിടെ 15 വെണ്ടയ്ക്കയോളം എടുത്തിട്ടുണ്ട്. ഇതുപോലെ മീഡിയം സൈസിലെ വെണ്ടയ്ക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ വെണ്ടയ്ക്കയെല്ലാം ചെറുതായി കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറുതായി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സൈസിലൊക്കെ കട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ വെണ്ടയ്ക്കയെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പൊക്കെ മാറി നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടണം. അതാണ് നമ്മുടെ പാകമെന്ന് പറയുന്നത്. ഈ സമയത്ത് വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വെണ്ടയ്ക്കയൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി നമുക്ക് ഫ്രൈ ആയ വെണ്ടയ്ക്ക കഷ്ണങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു. ഫ്രൈ ആയപ്പോൾ കുറച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 1/4 സ്പൂൺ ജീരകം, 2 പച്ചമുളക്, അരയാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു മൺചട്ടി വയ്ക്കാം. മൺചട്ടിയിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കാം. ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പിൻ്റെ ആ പച്ച മണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അരപ്പിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിന് വേണ്ട തൈര് നമുക്ക് റെഡിയാക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കാവുന്നതാണ്. ഉടച്ചെടുത്ത തൈര് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം പുളിയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അധികം പുളിയുള്ള തൈര് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. എല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ആ വെണ്ടയ്ക്കയും അരപ്പും തൈരും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഈ സമയം കിച്ചടിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി കിച്ചടിയിലേക്ക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണ ബാക്കി ഉണ്ടായിരുന്നു. അതിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 സ്പൂൺ കടുകും 2 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ സദ്യ സ്പെഷ്യൽ വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. Thanks for watching.